അപ്സരയും ശരണ്യയും ഇരുന്ന് സംസാരിക്കുന്നത് ജാസ്മിനും റസ്മിനും തമ്മിൽ നടന്ന അടിയെക്കുറിച്ചാണ്. അപ്പം അത് അപ്സര പറയാനായിട്ടുള്ള റീസൺ, അപ്പുറത്തിരുന്ന് നോറ അപ്സരയെക്കുറിച്ച് പറഞ്ഞത് അപ്സര കേട്ടു. അവിടെ അടി നടക്കുന്ന സമയത്ത് റസ്മിനെ പിടിച്ചു മാറ്റാനായിട്ട് അവിടെ ചെന്നിരുന്നു അപ്സര. പക്ഷെ ആ ചെന്നത് വലിയ ആളാവാൻ വേണ്ടിയിട്ട് ചെന്നതാണ് എന്ന് അവിടെ നോറ ഇരുന്ന് പറയുന്നത് അപ്സര അവിടെ ഇരുന്ന് കേട്ടു. ഇവൾക്ക് ഇത് എന്തിന്റെ കേടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്സര ഇത് സംസാരിക്കുന്നത്. അവിടെ പവർ റൂമിലുള്ള എല്ലാവരും, അവിടെ ഋഷിയും ഒക്കെ ഇരുന്ന് സംസാരിക്കുകയാണ്. അതാണ് അപ്സര കേട്ടത്. അതാണ് അവിടെ ശരണ്യയുമായിട്ട് അപ്സര ഷെയർ ചെയ്യുന്നത്. ഞാൻ അവിടെ വേറെ ആരെങ്കിലും പിടിച്ചു മാറ്റാനാണ് ചെന്നതെങ്കിൽ പറയാം. ഇവിടെ ഞാൻ പിടിച്ചു മാറ്റാൻ ചെന്നത് റസ്മിനെയാണ്. റസ്മിൻ എൻ്റെ ഫ്രണ്ടാണ്. ഞാൻ ശരണ്യയെയോ റസ്മിനെയോ ശ്രീധുവിനെയൊക്കെ പിടിച്ചു മാറ്റാനായിട്ട് ചെല്ലുന്നത് ആ ഫ്രണ്ട്ഷിപ്പിന്റെ ബേസിസിലാണ്. അവിടെ ഞാൻ ആളാവാൻ ചെന്നു എന്ന് പറയാനായിട്ട് ഈ പെങ്കൊച്ചിന് എന്താ നാണാവില്ലേ, ഇവളെന്താ ഇങ്ങനെ പെരുമാറുന്നത് എന്ന് ചോദിച്ചുകൊണ്ടാണ് അവിടെ ശരണ്യയുടെ അടുത്ത് അപ്സര സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അൻസിബയും നോറയുമാണ് ഇക്കാര്യത്തിൽ അവിടെ ഇരുന്ന് ഇത്രയും കുശുമ്പും കുനിറ്റും പറയുന്നത് എന്നാണ് അവിടെ അപ്സര ഇരുന്ന് പറയുന്നത്. അവിടെ ചെന്നിട്ട് നമ്മുടെ വഴക്ക് നടക്കുന്ന സമയത്ത് അപ്സര ഓടിച്ചെന്ന് റസ്മിനെ പിടിച്ചു മാറ്റാൻ ചെന്ന സമയത്ത് അവിടെ അപ്സരയുടെ അടുത്ത് വളരെയധികം ചൂടായി അൻസിബ എന്നാണ് പറയുന്നത്. അൻസിബ പറഞ്ഞത്ര അപ്സര ഒന്ന് മാറി നിന്ന് അപ്സര ഒന്ന് മാറിപ്പോയേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അൻസിബ ചൂടായി എന്നാണ് അപ്സര പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് പിന്നീട് സംസാരിച്ചു എന്ന് അവിടെ ശരണ്യ പറയുന്നുണ്ട്. അവിടെ ഇരുന്നുകൊണ്ട് ഞങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു ശ്വേത ചേച്ചിയുടെ അടുത്ത്. അപ്പോൾ സംസാരിക്കുന്ന സമയത്ത് സിജോ പറഞ്ഞു ആ വഴക്കുണ്ടായത് ശരിയായ കാര്യമല്ല, അവിടെ ന്യായമല്ല നടന്നത്. ജാസ്മിൻ ചെന്ന് എല്ലാവരുടെ അടുത്തും ലിവിംഗ് റൂമിൽ വന്നിരിക്കാൻ മാത്രമാണ് പറഞ്ഞത്. അവർക്ക് എന്താണ് പറഞ്ഞത് അനുസരിച്ച് കഴിഞ്ഞാൽ അവർ വരില്ല എന്ന് വാശി പിടിച്ചിട്ടല്ലേ അവിടെ ഈ സംഭവങ്ങൾ ഉണ്ടായത് എന്ന് അവിടെ സിജോ പറയുന്ന സമയത്ത് ഞാൻ അവിടെ പറഞ്ഞു, ഇവിടെ അൻസിബ അവിടെ ഇങ്ങനെ ഒരു പെരുമാറ്റവും അവിടെ നടത്തിയിരുന്നു അവിടെ അപ്സരയുടെ അടുത്ത്, അത് ഭയങ്കര മോശമായി പോയി എന്ന് ഞാൻ പറഞ്ഞു എന്ന് ശരണ്യയും പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ആലോചിച്ചത്, ഇത്രയും പറഞ്ഞത് മറ്റൊന്നിനെയല്ല, ഞാൻ ആലോചിച്ച കാര്യം എന്ന് പറയുന്നത് അൻസിബ ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്നിട്ടാണ് അവിടെ ഇരുന്ന് ഒരു കരച്ചിൽ നാടകം നടത്തിയത് എന്നാണ് ഞാൻ പിന്നീട് ആലോചിച്ചത്. അവിടെ പിടിച്ചു മാറ്റാനായിട്ട് റസ്മിന്റെ അടുത്തേക്ക് ചെന്ന അപ്സരയെ ചീത്ത വിളിച്ച് ഓടിപ്പിച്ചിട്ട് സീൻ വഷളായി എന്ന് തോന്നിയപ്പോൾ തന്റെ മേലേക്ക് കുറ്റം വന്നാലോ എന്ന് വിചാരിച്ച് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞിരുന്ന് കരയുന്ന അൻസിബയാണ് എനിക്ക് കാണാനായിട്ട് കഴിഞ്ഞത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ അപ്സര അവിടെ ഇരുന്ന് പറയുന്നുണ്ട് കൃത്യമായിട്ട്, അത്രയും സീൻ വഷളായപ്പോഴാണ് ഞാൻ റസ്മിനെ ഓടിപ്പിടിച്ച് മാറ്റാനായിട്ട് ചെന്നപ്പോൾ എന്നെ ഓടിപ്പിച്ച് എന്നെ ചീത്ത പറഞ്ഞു, എന്തിനാ നീ ഇവിടെ വന്ന് മാറി നിൽക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അൻസിബ ചീത്ത വിളിച്ചു എന്ന്. അപ്പൊ അത്രയും സീൻ അവിടെ കണ്ടിട്ട് അൻസിബ ഒന്നും മിണ്ടാതിരുന്നിട്ട് പിന്നീട് അവിടെ വന്നിരുന്നിട്ട് അവിടെ ലിവിംഗ് റൂമിൽ വന്നിരുന്നിട്ട് വല്ലാത്ത കരച്ചിൽ, എന്തിനാണ് അൻസിബ കരഞ്ഞത് എന്നാണ് എൻ്റെ ഒരു ചോദ്യം.